ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിനെ തുടർന്ന് സസ്പെൻഷനിലായ പാലാരിവട്ടം SI KK ബൈജുവിനെതിരെ കൂടുതൽ പരാതികൾ. കേസ് ഒത്തുതീർപ്പാക്കാൻ ഭീഷണിപ്പെടുത്തിയെന്ന് കുട്ടനാട് സ്വദേശി ബൈജുവിനെ സംരക്ഷിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെന്നും ആക്ഷേപമുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഗുണ്ടാരാജനൊക്കെ കൂടെ പിടിക്കുന്ന പോലീസ് ഈ പോലീസിനുള്ളിലെ ഗുണ്ടകളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് അത്ര ആശ്ചര്യമുള്ള കാര്യമൊന്നുമല്ല. എന്തായാലും ഇദ്ദേഹത്തിന്റെ ആ ക്രിമിനൽ പശ്ചാത്തലം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വ്യക്തമാക്കണം. എന്തൊക്കെ കേസുകളിലാണ് ഈ ബൈജു പ്രതിയായിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് അശ്വതി. ഇക്കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ SIക്കെതിരെ കൂടുതൽ പരാതികൾ വരുന്നു എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം ബൈജു നിലവിലെ ഈ ഒരു കേസിൽ മാത്രമല്ല, അതായത് സ്പായിൽ പോയി എന്ന കാര്യം ഭാര്യയെ അറിയിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 4 ലക്ഷം രൂപ തട്ടിയ കേസിൽ ബൈജു ഒന്നാം പ്രതിയാണ്. കാരണം സ്പായിലെ ജീവനക്കാരി ഒരു പരാതി നൽകുന്നു, തൻ്റെ മാല നഷ്ടപ്പെട്ടു എന്ന പരാതി നൽകുന്നു. ആ പരാതിയെ തുടർന്നാണ്, എന്നാൽ അത്തരത്തിൽ താൻ ആരുടെയും മാല എടുത്തില്ല എന്ന് പറയുമ്പോൾ, ഈ ഒരു പരാതിക്കാരനായ പോലീസുകാരൻ പറയുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാകാതെ ഈ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച ആളുകൾക്കൊപ്പമായിരുന്നു SI ബൈജു നിന്നത്. അങ്ങനെയാണ് ബൈജു കേസിൽ ഒന്നാം പ്രതിയാകുന്നതും സസ്പെൻഷനിലാകുന്നതും. എന്നാൽ ഇതേ ബൈജു തന്നെയും നേരത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യമാണ് ഈ പരാതിക്കാരൻ, ആലപ്പുഴ സ്വദേശിയായ, കുട്ടനാട് സ്വദേശിയായ ആൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് അനുസരിച്ച് 2023 ഡിസംബർ മാസത്തിലാണ് തനിക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം SI ബൈജുവിൽ നിന്ന് ഉണ്ടാകുന്നത്. തനിക്കെതിരെ ഒരു സ്ത്രീ പരാതി നൽകിയിരുന്നു, അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നും അവരുടെ ആഭരണങ്ങളും പണവും താൻ കവർന്നു എന്നുമായിരുന്നു അത്തരത്തിലുള്ള ഒരു പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ അന്ന് തന്നെ ബൈജുവിനോട്, ഈ SIനോട് ചോദ്യം ചെയ്യലടക്കം തന്നെ മൊഴിയെടുക്കുമ്പോൾ അക്കാര്യം പറഞ്ഞിരുന്നു. താൻ ആരുടെയും പണം വാങ്ങിയിട്ടില്ല, ആഭരണങ്ങൾ കൈക്കലാക്കിയിട്ടില്ല എന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. എങ്കിൽ പോലും പല തവണ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിളിപ്പിച്ചു. അപ്പോഴെല്ലാം ഒത്തുതീർപ്പ് എന്ന പേരിൽ പണം വാങ്ങുകയായിരുന്നു ബൈജുവിൻ്റെ ലക്ഷ്യം എന്ന കാര്യമാണ് ഈ പരാതിക്കാരൻ, ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ള, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തി സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ കേസിൻ്റെ പേരിൽ താൻ ഏറെ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. തന്നെ ജോലിയിൽ നിന്ന്, സർക്കാർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നതടക്കമായിരുന്നു. വളരെ ചെറുപ്രായത്തിൽ ലഭിച്ചിരിക്കുന്ന സർക്കാർ ജോലിയിൽ നിന്ന് നിന്നെ പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി. മാത്രമല്ല, ഈ പോലീസുകാരിൽ ചിലർ വളരെ മോശം പരാമർശങ്ങൾ, ഈ പരാതിക്കാരിയായ സ്ത്രീയെ കുറിച്ചടക്കമുള്ള മോശം വാക്കുകൾ തൻ്റെ സാന്നിധ്യത്തിൽ പറയുന്നത് കേട്ടു എന്നതടക്കം DGPക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ബൈജുവിനെതിരായി കൃത്യമായ പരാതികൾ താൻ പല ഘട്ടങ്ങളിലായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു എന്ന കാര്യമാണ് കേരള പോലീസ് സേനയിലും ഗുണ്ടകളുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ആ ഗുണ്ടകൾ. അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. ആശങ്കാജനകമായ വാർത്തയാണ് ഞങ്ങളുടെ പ്രതിനിധി ജിജീഷ് കരുണാകരൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.